ഇന്നത്തെ ടാസ്കും ജനറലിയും ഡു യു തിങ്ക് യു പെർഫോംഡ് വെൽ? നിങ്ങൾ ഞാൻ നന്നായി പെർഫോം ചെയ്തു. അവിടെ 6 സെക്കൻഡ് എന്നുള്ള ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞത്. ഞങ്ങൾ പ്രാക്ടീസ് വരെ ചെയ്തു, ഇങ്ങനെ 1 2 3 ആ താളം വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ ആ സൈഡിലേക്ക് ഇരിക്കുന്നവര് ഓൾറെഡി 1 സെക്കൻഡ് അവർ തീരുമാനിച്ചു. ആ ഒരു ഡെസിഷൻ കൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഞാൻ അത്യാവശ്യം എൻ്റെ സ്റ്റാൻഡുകൾ പറഞ്ഞു. ഓഫ് കോഴ്സ് ഞാൻ ഒരു ടാസ്കിന് വിജയിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ സ്റ്റാൻഡുകൾ പറയേണ്ടിടത്തും എൻ്റെ വ്യക്തിത്വം ഞാൻ പലയിടത്തും കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ കറക്റ്റായിട്ട് പറയേണ്ടിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ പലതും പലയിടത്തും നടന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ ശബ്ദമുയർത്തിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല അഖിൽ ചേട്ടാ, പക്ഷേ എങ്കിൽ പോലും എനിക്ക് കിട്ടിയ അവസരങ്ങൾ, എനിക്ക് മൈക്ക് ഇങ്ങനെ പിടിച്ചെത്തി കിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ ആരും നമുക്ക് മൈക്ക് കൊണ്ട് തരില്ല. അങ്ങനെയല്ല ശബ്ദം നമ്മൾ ഉയർന്നു കേൾക്കണമെങ്കിൽ നമ്മൾ അവിടേക്ക് വരണം. അങ്ങനൊക്കെ വന്നതുകൊണ്ടാണ് ചിലരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത്, ചിലരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്. നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ കഴിവ് നമ്മൾ പ്രകടിപ്പിക്കണം, പ്രകടിപ്പിക്കേണ്ട അടുത്ത് പ്രകടിപ്പിക്കണം. ഞാൻ ഈ വിന്നിംഗ് ടീമിലായിട്ട് പോലും അത്രയും 10 പേരുണ്ടായിട്ട് അപ്പം എൻ്റെ ലക്ക് ഞാൻ ആലോചിക്കാറ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആൻഡ് ഈ ഡിസിഷൻ ഇപ്പം എടുത്ത് നമുക്ക് ആ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ അതെനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല. റാഷയ്ക്ക് എന്ത് തോന്നുന്നു? അഫ്നിയാസ് കറക്റ്റായിട്ട് ഗെയിം കളിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഗെയിം അഫ്നിയാസിന്റെ ടീം ക്യാപ്റ്റൻ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. ലോലിത തന്നെയാണ് പറഞ്ഞത് അവിടെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ടീമിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടാണ് ആ നെയിം എടുത്തത്. സോ അതിലും ഉപരി ഒന്നും എനിക്ക് പറയാനില്ല. ആ ടീമിലെ ബാഡ് പ്ലെയർ ആയിരുന്നു. ക്യാപ്റ്റന്റെ അഭിപ്രായത്തിനൊന്നും നമുക്ക് അങ്ങനെ വിലയൊന്നും കൊടുക്കാൻ പറ്റില്ല, കാര്യം അത് വ്യക്തിവിരോധമാകാം. അപ്പൊ ഞാൻ ചോദിച്ചത് റാഷയ്ക്ക് എന്ത്, ഇത് ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ വേറൊരാളുടെ അഭിപ്രായത്തിലേക്ക് പോവാണ്. വേറെ ആളുടെ അഭിപ്രായമല്ല, അവര് തന്നെ എന്തിനാണ് നോക്കുന്നത്? ഇപ്പം നമുക്ക് ഒരാളോട് അഭിപ്രായം പറയാൻ റാഷയ്ക്ക് എന്ത് തോന്നി എന്നാ ഞാൻ ചോദിച്ചത്. കാര്യം നിങ്ങൾ രണ്ടുപേരിൽ ആരിവിടെ ഡിസർവിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഞാനാണ് ഡിസർവിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് അഖിലേട്ടാ. അല്ല, അത് അപ്പോഴും ബിക്കോസ് ഐ എം കോൺഫിഡന്റ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റും. ഒരു പാട്രിയാർക്കി സിസ്റ്റത്തിനെതിരെ ഒക്കെ സംസാരിക്കാൻ പറ്റും. എനിക്ക് നല്ല ബോധമുണ്ട്. അവിടെ സംസാരിക്കാൻ വേണ്ടി ഉള്ള നടത്തുന്ന ഷോ ആണ് അത്. അല്ല, എനിക്ക് എല്ലാതും ചെയ്യാൻ കഴിയും. ഇത് ഞാൻ കാരണമല്ല ഇപ്പൊ ഡേഞ്ചറസ് സോണിൽ വന്നതിന് 100% എനിക്ക് ഷുവർ ആണ്. ഇന്ന് റാഷ ഇവിടുന്ന് പോവാണെങ്കിൽ who would you blame for it? I will blame my captain അഭിരാം. Yes. അഭിരാമിനെ ബ്ലെയിം ചെയ്യും. എന്നാ ബ്ലെയിം ചെയ്തോളൂ. റാഷ, യു ആർ ഔട്ട്. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എനിക്കിത് ഫെയർ ആയി തോന്നില്ല. ഞാൻ കാരണം അല്ലാതെ ഔട്ട് ആവുന്ന പോലെ. സോ ഇഫ് യു ക്യാൻ ഗിവ് മീ അനദർ ചാൻസ്, ഞാൻ നന്നായി പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും അവസാനത്തെ ടാസ്കിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങളിൽ ഒരാൾ പോലും പുറത്തു പോയേക്കുന്നത്. നിങ്ങളെല്ലാവരും ചിലപ്പം എവിക്റ്റായി പോകുന്നൊരു സാഹചര്യം ഈ മോശം പെർഫോമൻസ് കൊണ്ട് സംഭവിച്ചേക്കാം. ആ ടീമിൽ വന്നതിൽ നിന്ന്, താരതമ്യം ചെയ്തതിൽ നിന്ന്, 3 ദിവസത്തെ പ്രകടനത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. റാഷയ്ക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഇനിയും ബിഗ് ബോസിൽ വരാമല്ല, ലൈക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ബിഗ് ബോസിൽ കയറാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതി. ബിഗ് ബോസ് ഉണ്ട്, സിനിമയുണ്ട്, എന്തെല്ലാം മേഖലയുണ്ട് നമുക്ക് മുമ്പിൽ. റാഷിക്ക് എന്തായാലും വീണ്ടും ട്രൈ ചെയ്യാനും അഗ്നിപരീക്ഷ ബിഗ് ബോസിലോട്ട് എത്താനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. Rasha, good luck with everything. Bye. Thank you for being here. Goodbye.